നമസ്കാരം. അപ്പോൾ മറിമായൻ ടീമിനെ 2.5 മണിക്കൂർ തിയേറ്ററിൽ ഒരുമിച്ച് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നല്ലൊരു പടം റിലീസായിട്ടുണ്ട്, പഞ്ചായത്ത് ജെട്ടി. അതിന്റെ റിവ്യൂ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. എങ്ങനെയാണ് പഞ്ചായത്ത് ജെട്ടി? പഞ്ചായത്ത് ജെട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ഉത്ഭവം വരുന്നത് മറിമായത്തിന്നല്ലോ. കഴിഞ്ഞ 10-14 വർഷമായിട്ട് നമ്മള് എന്താ പറയാ, എത്ര കണ്ടിട്ട് മതി വരാത്തൊരു പ്രോഗ്രാം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആദ്യം പറയാം മറിമായ എന്ന് പറഞ്ഞത്. കാരണം മറിമായ എന്നുള്ള പ്രോഗ്രാമിന് ഇപ്പോഴും പ്രേക്ഷകര് മടുത്തിട്ടില്ല എന്നുള്ളതാണ്. മടുക്കാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആവർത്തന വിരസത അതിൽ വരുന്നില്ല. ഇന്ന് കണ്ട സിറ്റുവേഷൻ അല്ല, ഇന്ന് കണ്ട കഥാപാത്രങ്ങളല്ല, ഇന്ന് കണ്ട കഥയല്ല മറിമായത്തില്. നമ്മൾ നിത്യജീവിതത്തിൽ പലയിടങ്ങളിലായിട്ട് അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും ഹാസ്യത്തിലൂടെ മറിമായത്തിലെ ആർട്ടിസ്റ്റുകൾ വളരെ ജെന്യുവനായി നാച്ചുറൽ ആയിട്ടാണ് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. മറിമായത്തിന്റെ ഒരു മാജിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. കാരണം അവര് വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നതാണ്. അപ്പൊ നമ്മള് പലരും പറയണ്ട് ഇവരെ കൂടുതൽ നേരം കാണാനായിട്ട് ഒരു സ്പേസ് കിട്ടുമോ? സാധാരണ 10-20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ അരമണിക്കൂർ എപ്പിസോഡ് ആകുമ്പോൾ കഴിയാറുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതും വളരെ കുറവാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇത്ര നല്ല ടീമുകൾ ഒരുമിക്കുന്നു, അതിന് നല്ലൊരു കഥ ഉണ്ടാവുന്നു. അതും സലീംക്കാടെ നിത്യജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച ഒരുപാട് എന്താ പറയാ സിറ്റുവേഷനിൽ നിന്ന് അദ്ദേഹം മണിച്ചേട്ടൻ കൂടിയാണ് ഇത് എഴുതിയിട്ട് സംവിധാനം ചെയ്തിട്ടുള്ളത്. അത്തരം സിനിമകൾ ജനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവര് ജനങ്ങൾ ഇത് സ്വീകരിക്കുക, 2 കൈ നീട്ടി സ്വീകരിക്കുക, കുടുംബത്തോടെ വന്ന് സിനിമ കാണുക, വിജയിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ വിജയിപ്പിച്ചാലേ അടുത്ത മറിമായത്തിന്റെ അടുത്തൊരു സിനിമ ഉണ്ടാവുള്ളൂ. പ്രൊഡ്യൂസർക്ക് നഷ്ടം വന്നാൽ ഇവിടെ അവസാനിക്കുക. അപ്പോൾ ഇത് പ്രേക്ഷകർ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കാതെ, അതായത് സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തിട്ടാണ് മറിമായ ഉണ്ടായിട്ടുള്ളത്, അല്ലെ മറിമായത്തിന്റെ ജെട്ടി ഉണ്ടായിട്ടുള്ളത്, പഞ്ചായത്ത് ജെട്ടി എന്നുള്ള സിനിമ. അപ്പോൾ ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ള ഉദ്ദേശം കഴിഞ്ഞാൽ പ്രേക്ഷകരെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിറക്കിയിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിജയിപ്പിക്കുക. പഞ്ചായത്ത് ജെട്ടി നല്ല സൂപ്പർ പടമായിരുന്നു. പിന്നെ അതിൽ ഞാനൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ്. പക്ഷെ നല്ലൊരു പടമാണ്. സ്റ്റോറി എല്ലാം നല്ല, പാട്ടും സ്റ്റോറി എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു. അതെ കോമഡി എങ്ങനെയുണ്ടോ അതേപോലെ തന്നെ ഇരുന്ന സിനിമ നല്ല സൂപ്പർ ആയിരുന്നു. അതിൽ അഭിനയിച്ചവർക്കും അത് സിനിമ ഷൂട്ടിങ് ചെയ്തവർക്ക് എല്ലാവർക്കും ഈ ഒരു ചിത്രത്തിൽ, അതായത് സീരിയലുകളുടെ എപ്പിസോഡുകളായിട്ടാണോ കണ്ടിരുന്നത്? ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അതെ, ഒരുമിച്ച് കാണാനുള്ള അവസരം ഞാൻ പക്ഷെ ഇവരെ കണ്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് സ്ഥലത്ത് ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, ഇവരെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് നല്ല ഹാപ്പിയായി. ചെറിയൊരു വേഷം ഇരുന്നാലും അതിനകത്ത് ചെറിയൊരു ചാൻസ് എനിക്ക് കിട്ടി. ഈ ഒരു ചിത്രം കണ്ടാൽ എല്ലാവരുടെ മുഖത്ത് ഒരു ഹാപ്പിനെസ് ആണ്. അതെ, എല്ലാവരുടെ അടുത്തും ചിരിയും എല്ലാ ഇതും ഉണ്ട് അവരുടെ മുഖത്തെല്ലാം. നല്ല അതെ, വിജയം. എങ്ങനെയുണ്ട് പഞ്ചായത്ത് ജെട്ടി പോലെ തന്നെ നല്ല പടമാണ്. എല്ലാ ഫാമിലിക്കും അതേപോലെ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും നന്നായി ആസ്വദിക്കാൻ പറ്റിയ ഒരു കോമിക് മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ മറിമായം ടീമിന്റെ ഒരു വമ്പൻ കോമഡി ചിത്രമാണോ? അതെ, മറിമായം ടീമിന്റെ നമ്മള് മിനി സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ബിഗ് സ്ക്രീനിലും കാണാനുള്ള ഒരു അവസരം. അതെ, എപ്പിസോഡുകൾ നമ്മുടെ അരമണിക്കൂർ കാണുന്നത് 2 മണിക്കൂർ കാണുന്ന പോലെ തന്നെ. മറിമായം ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി കണ്ടവരെല്ലാവരും ഹാപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെ കമന്റ്സ് ആയിട്ട് ഒരു വെയിറ്റ്.